കോട്ടയം ജില്ലയിലെ കോവലങ്ങാട് സ്ഥിതി ചെയ്യുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം AD 105 സ്ഥാപിതമായതായി വിശ്വസിക്കപ്പെടുന്നു. മുത്തിയമ്മ എന്ന് വിശ്വാസികൾ വിളിക്കുന്ന കന്യകാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളി കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. കേരളത്തിൽ തോമസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ ഈ ദേവാലയം കപ്പൽ പ്രദക്ഷിണം, മണിമാളിക, അത്ഭുത ഉറവ, മ്യൂസിയം എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ്. ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ നീരുറവയ്ക്ക് മുന്നിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ബാലന്മാർക്ക് മുന്നിൽ മാതാവ് വൃദ്ധയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. ദാഹം ശമിപ്പിക്കാൻ ഉറവയും കാണിച്ചു കൊടുത്തു. കുട്ടികൾ ഈ സംഭവം വീട്ടിലറിയിക്കുകയും മാതാപിതാക്കളെ കൂട്ടി മടങ്ങി വരികയും ചെയ്തു. തോളിൽ കുരിശു ചുമന്ന് നിൽക്കുന്ന ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ രൂപവുമായി മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നീരുറവയ്ക്ക് മുന്നിലായി ഒരു ദേവാലയം പണിയാൻ മാതാവ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. ഫാദർ തോമസ് മണർകാട്ട് മെമ്മോറിയൽ ദേവമാതാ മ്യൂസിയം ക്രൈസ്തവ പൈതൃകത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അപൂർവ ശേഖരമാണ്. പുരാതന രേഖകൾ, വിശുദ്ധ വസ്തുക്കൾ, പഴയകാല പാത്രങ്ങൾ, ആരാധനാ ഉപകരണങ്ങൾ, പള്ളിയുടെയും പ്രദേശത്തിൻ്റെയും ചരിത്രം വ്യക്തമാക്കുന്ന വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പള്ളിയിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന വിശുദ്ധരുടെ രൂപങ്ങളും ഇവിടുണ്ട്. ഒരേ സമയം 8 പേർക്കിരുന്ന് തേങ്ങ ചിരകാൻ കഴിയുന്ന ഒറ്റത്തടിയിൽ തീർത്ത ചിരവകളും ഇവിടെയുണ്ട്. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന അതിപുരാതനമായ ഒരു മണിയും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പള്ളിയുടെ തെക്കുവശത്താണ് 1910 നിർമ്മിച്ച പ്രശസ്തമായ മണിമാളിക. 1911 ജർമ്മനിയിലെ ഹാസൂർഗിൽ നിന്നുമെത്തിച്ച 3 കൂറ്റൻ മണികളാണ് ഇവിടെയുള്ളത്. 4 മണികളാണ് കൊണ്ടുവന്നതെങ്കിലും യാത്രയ്ക്കിടയിൽ അതിലൊന്ന് കടലിൽ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. 3 നോമ്പ് തിരുനാളുകളിലും മറ്റും ഈ മണികൾ മുഴക്കുമ്പോൾ മണിനാദം ഈ പ്രദേശമാകെ മുഴങ്ങി വിശ്വാസികളുടെ ഹൃദയങ്ങളെ കുളിരണിയിക്കുന്നു. മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് കടപ്പൂർ നിവാസികൾ വഹിക്കുന്ന കപ്പൽ പള്ളിയോട് ചേർന്നുള്ള ഈ കപ്പൽ മുറിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. തിരുനാൾ അടുക്കുമ്പോൾ കപ്പൽ പള്ളിയിലേക്ക് സംവഹിക്കുന്നു. തിരുനാളിൻ്റെ 2ാം ദിവസം നടത്തുന്ന കപ്പൽ പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നതാണ്. അലങ്കരിച്ച കപ്പലിൻ്റെ മാതൃകയിൽ ബൈബിളിലെ ചില പ്രധാന സംഭവങ്ങളുടെ ആവിഷ്കാരവുമുണ്ട്. കപ്പൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആചരിക്കുന്ന ഈ നോമ്പ് തിരുനാളിൽ പങ്കെടുക്കുന്നതിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നു.